നമസ്കാരം, കോമഡി മാസ്റ്റേഴ്സിലേക്ക് സ്വാഗതം. ഹായ്. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറയുന്നുണ്ടായിരുന്നു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒത്തിരി ടാലന്റഡ് ആയിട്ടുള്ള ഡോക്ടർ പ്രശാന്ത് ചന്ദ്രയാണ് ഇവിടെ വരുന്നതെന്ന്. ഈ ഡോക്ടറേറ്റ് എന്തിനാണ് അങ്കിൾ കിട്ടിയത്? കലണ്ടറിനാണ് ഡോക്ടറേറ്റ് കിട്ടിയത്. അതാണ് ഞങ്ങൾ അവിടെ വെച്ചിരിക്കുന്നത് യൂണിവേഴ്സിറ്റിയിൽ. വേൾഡ് റെക്കോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. അവര് ലണ്ടനാണ്, അവിടെ നിന്നാണ് ഡോക്ടറേറ്റ് സ്വീകരിച്ചിരിക്കുന്നത്. ഈ കാലണ്ടർ എന്ന് പറയുമ്പോൾ എന്താണ് ഈ ഡോക്ടറേറ്റ് കിട്ടിയ കാലണ്ടർ? എന്താണ് കലണ്ടർ എന്ന് പറഞ്ഞാൽ ഈ 10 കോടി വർഷത്തെ കലണ്ടർ AD 1 മുതൽ 10 കോടി വർഷത്തെ കലണ്ടർ പുള്ളി മനഃപ്പാടമാക്കി. അതാണ് 10 കോടിയോ? അപ്പം ഏത് ഡേറ്റ് ചോദിച്ചാലും റെക്കോർഡുകളെല്ലാം 9 സെക്കൻഡിലാണ് നിൽക്കുന്നത്. ഇപ്പം അത് 2-2.5 സെക്കൻഡിലോട്ട് വീണ്ടും മാറി. 16-ലധികം വേൾഡ് റെക്കോർഡും 30 നാഷണൽ റെക്കോർഡും 3 നാഷണൽ അവാർഡും 300 പുരസ്കാര ജേതാവാണ്. ജനിച്ചപ്പോൾ തന്നെ ഒറ്റനവധി വൈകല്യത്തോടു കൂടിയാണ് ജനിച്ചത്. കാരണം IQ 50% ഉള്ളൂ, കാഴ്ച വൈകല്യം 100% ഇല്ല. 100% ബ്ലൈൻഡ് എന്നാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് തന്നിരിക്കുന്നതും. ഇപ്പോൾ കാണുന്നതെല്ലാം ഒരു ഉൾക്കാഴ്ചയിലാണ് കാണുന്നതെന്ന് ഡോക്ടർമാർ വിധി എഴുതിയിട്ടുണ്ട്. 3 മാസമേ ജീവിച്ചിരിക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 24 വയസ്സായ കുട്ടിയാണ്. പിന്നെ IQ 50% ഉള്ളൂ. 4 അവയവങ്ങളും ഡിസബിലിറ്റിയാണ്. മൊത്തത്തിൽ സ്കൂൾ വിദ്യാഭ്യാസം ഇല്ല. അടിസ്ഥാന വിദ്യാഭ്യാസം ഫ്രീ വൊക്കേഷണലിൽ 18 വയസ്സ് വരെ പഠിച്ചെങ്കിലും അതുവഴി ഒന്നും പഠിച്ചില്ല. ഈ മൊബൈൽ വഴി ഇംഗ്ലീഷൊക്കെ കുറേ ഫ്രെയിം ചെയ്യുന്നുണ്ട്, നല്ലവണ്ണം ഫ്രെയിം ചെയ്യുന്നുണ്ട്. പിന്നെ നെറ്റൊക്കെ ഓപ്പൺ ചെയ്ത് സ്വന്തമായിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള കഴിവൊക്കെ ഉണ്ട്. സംസാരിക്കുമോ? സംസാര വൈകല്യമുണ്ട്, നമുക്ക് മനസ്സിലാവും, അച്ഛനും അമ്മയ്ക്കും മനസ്സിലാവും. ഈ ഒരു മോനുള്ളൂ? ഒരു മകളൂടെ ഉണ്ട്, കല്യാണം കഴിഞ്ഞ് പോയി. മകളായിരുന്നു ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നത്. എല്ലാ കാര്യത്തിനും മകളാണ് എല്ലാം കണ്ടുപിടിച്ച് തന്നത്. വ്യത്യസ്ത കഴിവുകളാണ്, ഒരുപാട് കഴിവുകളുണ്ട്. നമ്മൾ ഈ ആഴ്ച പറയണത് 10 കോടി വർഷവും ഉറപ്പായിട്ട് ഏതാഴ്ച പറയും. നമുക്കപ്പോ പാസ്റ്റ് തുടങ്ങാം. അതൊന്ന് നമുക്ക് ചോദിച്ചു നോക്കാം അല്ലേ രാജേട്ടാ? ഓക്കെ. എങ്ങനെയാണ് നമ്മൾ ഏതെങ്കിലും ഒരു ഇയറിൽ ഒരു ഡേറ്റ് പറഞ്ഞാൽ അത് ഏതാഴ്ചയാണെന്ന് പറയും? പ്രശാന്ത് പഠിച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു ദിവസം ആദ്യം പറയണം, അത് കഴിഞ്ഞ് ഏത് മാസമാണെന്ന് പറയണം, അത് കഴിഞ്ഞ് ഏത് വർഷമെന്ന് പറഞ്ഞാൽ അന്ന് ഏത് ആഴ്ചയായിരുന്നു എന്നുള്ള വിത്തിൻ സെക്കൻഡിനകത്ത് പറയും. ഓക്കെ. അതൊക്കെ ചോദിക്കാമോ? ഒരു ആദ്യം ദിവസം പറയണം അല്ലേ? ഒരു ഡേറ്റ് ദിവസം പറയണം. ഒരു ഡേറ്റ്. പ്രശാന്ത് ഡേറ്റ് 9 മാസം 9 വർഷം 99 1999. അതെ 9 പറഞ്ഞു കഴിഞ്ഞോ? പറഞ്ഞു കഴിഞ്ഞു. സെക്കൻഡാണ് സമയം. കാണാൻ പറ്റുന്നുണ്ടോ മൊബൈലിൽ നോക്കുമ്പോ? മൊബൈലിൽ ഇങ്ങനെ അടുത്ത് കാണാം. കറക്റ്റ് ആൻസർ ആണ്. രാജ് ചേട്ടാ ആദ്യം പറഞ്ഞ ഡേറ്റ് 20 മാസം 4 20 വർഷം 1955. വെനസ്ഡേ. ചേട്ടൻ ജനിച്ച ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ ചോദിക്കാൻ അതാണ് ചോദിച്ചത്. ഒരു വെനസ്ഡേ. അതപ്പോ വെനസ്ഡേ ആണെന്ന് രാജേട്ടൻ അറിയായിരിക്കും അല്ലേ? കറക്റ്റ് ആണ്. ഓഫോ, ജനിച്ച എനിക്ക് അറിഞ്ഞൂടാ. രാജേട്ടാ ജനിച്ചത് ഒരു വെനസ്ഡേ ആകുന്നു. ബുധനാഴ്ച ആണല്ലേ? അറിയാൻ സാധിച്ചു, എനിക്ക് മനസ്സിലായി. ഓ നസീർക്ക കുറച്ച് ഫാസ്റ്റ് ആയിട്ട് തന്നെ ചോദിക്കാം. 29/5/1973. 29/5/1973. നസീറിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ട്യൂസ്ഡേ. ഡേറ്റ് ഓഫ് ബർത്ത് അല്ല, ഏതാ ദിവസം അറിയാമല്ലോ, അറിഞ്ഞിട്ട് വേണം തീരുമാനിക്കാൻ. ട്യൂസ്ഡേ കറക്റ്റ് ആൻസർ ആണ്. താങ്ക് യു. ഏത് ദിവസമാണെന്ന് അറിയില്ലായിരുന്നു, അതാ ട്യൂസ്ഡേ. എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്ന ഇയറിലെ ഏത് ഫെസ്റ്റിവൽ, ഇപ്പൊ ഓണം ഇന്ന ദിവസം എങ്ങനെ വരും അത് പറയും അല്ലേ? ഓണം മാത്രമല്ല 92 അവധിയും പറയും. 2044 ഇൻഡിപെൻഡൻസ് ഡേ. 2044 ആഗസ്റ്റ് 15 ഏത് ദിവസം വരുന്നതാണ് ചോദിക്കുന്നത്. മൺഡേ. 2044 നമുക്ക് അന്ന് ഓഫ് ഡേ ആയിരിക്കും. സാറ്റർഡേ സൺഡേ അല്ല വന്നിരിക്കുന്നത്, മൺഡേ. എത്രയാണ്? അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ,
2060 ഓണം എപ്പോ വരും? 2060 ഓണം എന്നു കഴിഞ്ഞു എന്നാണ്. ഡിസംബർ 8 സെപ്റ്റംബർ സെപ്റ്റംബർ 8 സെപ്റ്റംബർ 8 സെപ്റ്റംബർ 8-ാം തീയതിയാണ് ഓണം 2060. സെപ്റ്റംബർ 8 തിരുവോണം. ദേ, ശോ. നമുക്ക് ആ ബോർഡിൽ എഴുതുന്നതൊന്ന് കാണാം. ബോർഡിൽ എഴുതാം. ഇక നമ്മളെല്ലാരും 2 ഡിജിറ്റ് വെച്ചിട്ട് പറയാ, ഡേറ്റ്, മന്ത്. പക്ഷെ കുറച്ച് 4 ഡിജിറ്റ് അല്ലാത്ത കൂടുതൽ ഉള്ള ഒരു ഇയർ ആണ് നമ്മൾ പറയുന്നത്. അത് പുള്ളി എഴുതിയിട്ട് അത് ഏത് ഡേ ആണെന്നുള്ളത് എഴുതി കാണിക്കും. നസീർക്ക ഡേറ്റ് പറയാം. 22. 22. അടുത്ത് മാസം 12. 12. അടുത്ത് 44, 68. 68. 12. 12. 16. 16. 4,46,81,216 വർഷം അല്ലേ? 10, 100, 1000, 10 ലക്ഷം, കോടി. 4 കോടി. 4 കോടി പറഞ്ഞു കഴിഞ്ഞു സെക്കൻഡിന്. തേഴ്സ്ഡേ. ഇനി അവൻ കൺഫേം ചെയ്യുന്ന ജോലി മാത്രമേ ഉള്ളൂ. Thursday. കറക്റ്റ് ആൻസർ. സോറി, ഇറ്റ്സ് നോട്ട് അപ്ഡേറ്റഡ് എന്ന് തന്നെ ഫോൺ തന്നെ പറയാ. ഇതൊന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഞങ്ങളോട് ഇതൊന്നും ചോദിക്കല്ലേ പ്ലീസ്, ഫോൺ പറയാ. സത്യം പറയാ, കൂടുതലൊന്നും ആ പയ്യന്റെ അടുത്ത് ചോദിക്കേണ്ട കാര്യമില്ല. ഇല്ല, ഇതിന് ഒറ്റ കാര്യമുള്ളൂ, ദാ ഇത് തന്നെ. ഒന്നും പറയില്ല. ദൈവത്തിന്റെ അനുഗ്രഹമാണ് മൊത്തം. നല്ല ഇത്രയും നല്ല സപ്പോർട്ടിംഗ് ഇല്ല, ആയിട്ട് അത് പേരൻസിനെ കിട്ടിയത് അദ്ദേഹത്തിന്റെ ഭാഗ്യം തന്നെയാണ്. അല്ലല്ല, ഞാൻ 1-2 ചാരിറ്റി സംഘടനയിലൊക്കെ ഉണ്ട് ഇതൊക്കെ വന്നതിന് ശേഷം. പക്ഷെ മറ്റുള്ള കുട്ടികളുടെ രക്ഷകർത്താക്കൾക്ക് ഒരു പ്രചോദനം കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം പുറത്ത് പറയണത്. കുട്ടിയെ ഇങ്ങനെ കെയർ ചെയ്യണം, ഇങ്ങനെ കൊണ്ടുപോകണം. ഈ പ്രശാന്തനും ഈ ചിലപ്പോൾ വയലൻ്റൊക്കെ ആവും, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ എങ്കിലും നമ്മൾ കെയർ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് മനസ്സമ്മാനമുണ്ട്. ഇല്ലെങ്കിൽ ഫുൾ ടൈം വയലൻറ്റും പ്രശ്നങ്ങളും ഒക്കെ ആയിരിക്കും. പിന്നെ കലണ്ടർ കയറി കളയും. ഡെയിലി 3 കലണ്ടർ 4 കലണ്ടർ വേണം. ഇനി കലണ്ടർ നമുക്കൊരു പ്രശ്നമായി വന്ന സമയത്തിനാണ് കിട്ടാതെയൊക്കെ വന്നതുകൊണ്ടാണ് മകൾ ഈ മൊബൈലിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ തുടങ്ങിയത്. അപ്പോഴും മൊബൈലൊന്നും യൂസ് ചെയ്യില്ലായിരുന്നു. മൊബൈൽ പിന്നെ എല്ലാം തട്ടി തുടങ്ങിയപ്പോൾ ഏകദേശം ഒരു 150 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞ് 150 വർഷമല്ല ഇനിയും ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 150 500 ഒരു 10,000 വർഷം പഠിച്ചപ്പോഴത്തേക്കാണ് നമ്മളൊരു ഇവൻ്റായിട്ട് സംഘടിപ്പിച്ച ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ ഇവൻ്റ് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദ സാറ് ചെയ്തതെന്ന്. രണ്ടാമത് അത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്. ഏഷ്യ ബുക്ക് ഓഫ് ചെയ്തത് അത് ഉമ്മൻചാണ്ടി സാറായിരുന്നു. അങ്ങനെ വലിയ വാർത്തകളൊക്കെ അന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വിട്ടില്ല. പിന്നെ അതിനകത്ത് പിന്നെ വെച്ച് തുഴഞ്ഞ് ഇപ്പോൾ 10 കോടിയിലെത്തി. ഇങ്ങനെയാണ് സംഭവം. നിങ്ങളെ 3 പേരെ ഞാൻ ഈ വേദിയിലേക്ക് വളരെ റെസ്പെക്റ്റോടുകൂടി വിളിക്കാണ് പ്ലീസ്. അപ്പോൾ നമ്മൾ ഇത്രയും നല്ലൊരു മൊമെന്റിൽ അമ്മയെ മിസ് ചെയ്യാൻ പാടില്ല. ആന്റി പ്ലീസ്. ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഒരു ഷർട്ടാണ്